നമസ്കാരം. പാലക്കാട് കഞ്ചിക്കോട് പന്നിമടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി കാട്ടാന ചരിഞ്ഞു. ഇന്നലെ രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസ് കമ്പനിക്ക് സമീപമുള്ള റെയിൽവേ ട്രാക്കിലാണ് തിരുവനന്തപുരം ചെന്നൈ മെയിൽ ആനയെ ഇടിച്ചത്. ഒരു മാസത്തിനിടെ വാളയാർ കഞ്ചിക്കോട് റൂട്ടിലെ രണ്ടാമത്തെ അപകടമാണിത്. 2 വയസ്സ് തോന്നിക്കുന്ന പിടിയാനയുടെ തലയ്ക്കും പിൻഭാഗത്തും ഗുരുതര പരിക്കേറ്റിരുന്നു. തലക്കേറ്റ പരിക്കാണ് മരണകാരണമെന്ന് കരുതുന്നതായി CCF വിജയാനന്ദ് പറഞ്ഞു. ലോക്കോ പൈലറ്റിനെതിരെ കേസെടുക്കണമെന്നാണ് വനംവകുപ്പ് അധികൃതർ ആവശ്യപ്പെടുന്നത്. അപകട സമയത്ത് പരിസരത്തുണ്ടായിരുന്ന ആനകൾ ചിതറിയോടി. ഇടിയേറ്റ ആന റെയിൽവേ ട്രാക്കിന് സമീപമുള്ള കുഴിയിലേക്കായിരുന്നു വീണത്. വിവരമറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് തീവണ്ടി 20 മിനിറ്റിലകം നിർത്തിയിട്ടിരുന്നു. റെയിൽവേ അധികൃതർ വിവരം നൽകിയതിനെ തുടർന്ന് വാളയാർ റേഞ്ച് ഓഫീസർ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘം നടത്തിയ തെരച്ചിലിൽ പരിക്കേറ്റ പിടിയാനെ രാത്രി വൈകി അഗസ്റ്റിൻ ടെക്സ്റ്റൈൽസ് കമ്പനിക്കടുത്തുള്ള വനയോര മേഖലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്കിടെ പുലർച്ചെ 2:30-യോടെയാണ് ആന ചരിഞ്ഞത്. കഴിഞ്ഞ മാസം 10-ന് ഇതേ സ്ഥലത്തുണ്ടായ സമാന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പിടിയാന വനംവകുപ്പിന്റെ ചികിത്സയ്ക്കിടെ 3 ദിവസത്തിനു ശേഷം ചരിഞ്ഞിരുന്നു. ഇന്നലെ കൊട്ടേക്കാട് പന്നിമട ഭാഗത്താണ് ആനക്കൂട്ടം ട്രാക്ക് കടന്നുപോയത്. വേഗം കുറവായതിനാലാണ് ആനയെ ഇടിച്ചിട്ടും ട്രെയിൻ പാളം തെറ്റാതിരുന്നതെന്നും വൻ ദുരന്തം ഒഴിവായതെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അപകടത്തെ തുടർന്ന് ട്രെയിൻ 25 മിനിറ്റ് കൊട്ടേക്കാട് പന്നിമട വനമേഖലയ്ക്ക് സമീപം രാത്രി പിടിച്ചിട്ടിരുന്നു. ആനക്കൂട്ടം മാറിയെന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു ട്രെയിൻ വേഗം കുറച്ച് കടന്നുപോയത്.